ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് വീഗം എന്ന് പറയുന്ന ഒരു മൂവിയാണ്. ഇതുപോലെ തന്നെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചെങ്കിലും നമുക്കത് കട്ട് ചെയ്തൊക്കെ നമുക്ക് സിനിമ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഇതൊക്കെ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൂ. ഒരു സീൻ എന്ന് പറയാൻ പോലും തികച്ചില്ല. എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഇത്രയും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. കുങ്കി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞങ്ങൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പഴശ്ശിരാജ ആ മൂവിയിലൊക്കെ നമ്മുടെ പത്മപ്രിയ ചെയ്തിട്ടുള്ള ആ ഒരു കോസ്റ്റ്യൂമാണ് ഇതിനകത്ത് വരുന്നത്. ഹസ്ബൻഡിനോടും മക്കളോടൊക്കെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഞാൻ ഇടുന്നതിൽ കുഴപ്പമുണ്ടോ? നീ ആയിട്ട് തിരഞ്ഞെടുത്ത മേഖലയാണ്, പിന്നെ നിനക്ക് അതിനകത്ത് എന്തെങ്കിലും ആയിത്തീരാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒരു കോസ്റ്റ്യൂം ഇടുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സപ്പോർട്ടാണ്. സൈനുക്ക അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്തെങ്കിലും ആയിത്തീരാൻ നീ ഇതിനകത്ത് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റിൽ നീ പിന്നോക്കം പോയാൽ പിന്നീട് നിനക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ രഘുറാം എന്ന് പറയുന്ന മൂവിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പലവരും അറിയുന്നത് തന്നെ. സിനിമയിലാണെങ്കിലും അല്ലാത്തൊരു മേഖല എടുത്തിട്ടാണെങ്കിലും നല്ലവരുണ്ട്, ചീത്ത ഇതും ആ ഒരു ഇതിൽ വരുന്ന ആൾക്കാരും ഉണ്ട്. എനിക്ക് ഈ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്നതിലും കൂടുതൽ ഇപ്പം നമ്മുടെ ലളിതാമ്മയൊക്കെ ചെയ്ത ഒരു ഇമോഷണൽ ക്യാരക്ടറുകൾ കിട്ടണം. എൻ്റെ 10 വയസ്സ് ഉള്ളപ്പോൾ മുതലേ എൻ്റെ മനസ്സിലെ ആഗ്രഹം തുടങ്ങിയതാണ്, എനിക്ക് അഭിനയിക്കണം. അന്ന് കുഞ്ഞിലേ മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. 5 വർഷമായിട്ടുള്ളൂ ഞാൻ ഇത്രയും ഇതിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ട്. അതിക്ക് മുന്നേ നമുക്ക് ജീവിക്കണം. ആ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് കട നടത്തി ബ്യൂട്ടീഷ്യൻ പഠിച്ചു. ശരിക്കും ഗഞ്ച എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. ആ ഷോർട്ട് ഫിലിം വെച്ചിട്ട് ഒരുപാട് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അറിയാം, ഈ ഒളിഞ്ഞും മറഞ്ഞും നമ്മളെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ജെസി സ്റ്റുഡിയോ, സ്റ്റോറി ബിഹൈൻഡ് യു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉള്ളത് പയ്യെ പയ്യെ മുന്നോട്ട് കയറി വരുന്ന ഒരു ചെറിയൊരു ആർട്ടിസ്റ്റാണ്. ആള് എറണാകുളം സ്വദേശിനി തന്നെയാണ്. സ്വദേശിനി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടാവും. ഒരു ലേഡിയാണ് എൻ്റെ കൂടെ ഇന്നുള്ളത്. കുങ്കി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കാർത്തിക. ശ്രീ കാർത്തികയിലേക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുവാനും അവരുടെ ലൈഫിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു മൂവിയിൽ നല്ലൊരു ക്യാരക്ടർ റോള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമസ്കാരം. നമസ്കാരം. കുങ്കി എന്ന സിനിമയിലെ നാമം അല്ലേ? അതെ. സിനിമയുടെ പേര് രഘുറാം. രഘുറാം. രഘുറാം ഞാൻ കേട്ടൊരു വിധമായി. അതിന്റെ ഡയറക്ടർ നിങ്ങളെ ഡയറക്ടർ എടുത്തതാണോ? അതെ, കാരണം ഡയറക്ടറുടെ അടുത്ത് ഞാൻ ചെല്ലുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി. ഡയറക്ടർ സേനു ചാവക്കാടൻ. ഈ പേര് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടൂല. അവിടെ ഞാൻ എടുത്തെടുത്ത് പറയും സേനു ചാവക്കാടൻ, സേനു ചാവക്കാടൻ. അത് പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ പൈസ ഒന്നും തരൂല. ഈ ഒരു രഘുറാം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് കാർത്തിക എന്നാണ് യഥാർത്ഥ നാമം അല്ലേ, പേര്? കാർത്തിക, എറണാകുളം പറവൂര് താമസം. എത്ര വർഷമായി? എറണാകുളത്തുകാരി തന്നെയാണോ? എൻ്റെ വീട് സ്വന്തം വീട് ആലുവയാണ്. ആലുവന്ന് വിവാഹം കഴിഞ്ഞിട്ടാണ് പറവൂർക്ക് പോകുന്നത്. ഓക്കെ. എത്ര വർഷമായി സിനിമാ ഫീൽഡിലുണ്ട്? സിനിമാ ഫീൽഡിൽ 5 വർഷമായിട്ടുള്ളൂ. കാര്യമായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓക്കെ. എത്ര മൂവികൾ അഭിനയിച്ചിട്ടുണ്ട്? ഞാനിപ്പോ ഒരു 3-4 ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം കമ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. രഘുറാമിൽ അഭിനയിച്ച എല്ലാവരും ഇപ്പൊ നല്ല നല്ല ക്യാരക്ടർ റോളുകളിലേക്ക് തിരിയുന്നുണ്ടല്ലോ. ഉണ്ടല്ലേ? നമുക്കൊക്കെ കണ്ട അവസരം മൂപ്പര് തന്നില്ല. വിഷമൊന്നുമില്ല, പോട്ടെ, നമ്മള് കല്ലെറിയും. 4ാമത്തെ സിനിമയായിരുന്നു രഘുറാം. 5ാമത്തെ പുതിയത് ഇപ്പൊ കമ്മിറ്റ് ചെയ്തേക്കുന്നത്. 5 വർഷമായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ട്. എന്തായിരുന്നു രഘുറാമിലെ ലൊക്കേഷനിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? കാരണം ഞാൻ അറിഞ്ഞത് ഞാൻ അതിൻ്റെ 1-2 ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. കാടും മലയും അങ്ങനെ പല സംഭവ വികാസങ്ങളിലൂടെയാണ് അത് ആ ഫിലിമിൻ്റെ ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. ലൊക്കേഷൻ എന്തായിരുന്നു? കാർത്തിക എന്ന് പറയുന്ന വ്യക്തിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഇത്രയും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ല. അതായത് ആദ്യം തൊട്ട് മുന്നേ പറഞ്ഞ ഡയലോഗ് മനസ്സിലായില്ല. ഇത്രയും നല്ല ക്രൂ എന്ന് ഉദ്ദേശിച്ച ഡയറക്ടറിനെ? ഓൾമോസ്റ്റ് എല്ലാവരും. നിങ്ങൾക്ക് ഡയറക്ടർ പൈസ തന്നിട്ടുണ്ടോല്ലേ? ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു ശരിക്കും. അല്ല, അങ്ങനെ നമ്മളെ കൈമണി തന്നെ ഒതുക്കാനൊന്നും അല്ല, പൊക്കി പറയാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞല്ല. ശരിക്കും ഞങ്ങളുടെ ഈ ഇന്റർവ്യൂസ് കാർത്തികക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. എനിക്ക് തോന്നുന്നു രഘുറാമിലെ ആർട്ടിസ്റ്റ് തന്നെ കുറച്ച് പേര് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ രഘുറാം കേട്ട് ആ മൂവിക്ക് ഇനി വേറൊരു പ്രൊമോഷൻ വേണ്ട. അപ്പൊ അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. നിങ്ങൾക്ക് വല്ല കൈക്കൂലി തന്നിട്ടാണോ നിങ്ങൾ പുള്ളിക്കാരനെ പൊക്കി പറയാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്? ഇല്ല, ഒരിക്കലും ഇല്ല കേട്ടോ. നല്ല ക്രൂ ആയിരുന്നു. നല്ലതാണ്. കാരണം എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് സാറാണ്.
കാരണം ഈ ഒരു കുങ്കി എന്ന് പറയുന്ന ക്യാരക്ടർ പറഞ്ഞല്ലോ അറിയാന്ന്. അപ്പൊ ആ ഒരു ക്യാരക്ടറിൽ ഞാൻ ചെല്ലുമ്പോൾ ആദ്യം സാറ് വിളിപ്പിക്കുകയാണ് ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ചെല്ലുന്നത്. സാറ് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു, ചെന്നു, സെലക്ട് ചെയ്തു. അപ്പൊ ആദ്യം സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഫൈറ്റ് ചെയ്യാൻ അറിയുമോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്കും ഫൈറ്റ് ഉണ്ടോ? ആ ഫൈറ്റ് ഉണ്ട്. ആ സീനിൽ ഫൈറ്റ്, ഇത് സിനിമയിൽ ഫൈറ്റ് ഉണ്ട് എനിക്ക്. അപ്പം അത് സാധാരണ മറ്റുള്ളവരെ പോലെയുള്ള ഒരു ഫൈറ്റ് അല്ല. കാരണം നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ മുന്നിൽ നിന്നാൽ തന്നെ ആൾക്കാർ പേടിച്ചു. സത്യം അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല? അങ്ങനെയൊന്നുമില്ല. അതെ, എനിക്ക് അങ്ങനെ പേടി തോന്നിട്ടോ ആദ്യം കണ്ടപ്പോ. ഞാൻ വിചാരിച്ചത് ഏതാണ് ഈ സാധനം, അത് ഹൈറ്റിന്റെ ഒക്കെ തോന്നിയതായിരിക്കും. അങ്ങനെ ആരും പേടിച്ചിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇതിനകത്ത് ഞാൻ ചെല്ലുമ്പം ഫൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർ ഈ ഒരു മൂവിയിൽ ചെയ്യുന്ന ഒരു ഫൈറ്റ് അല്ല. എൻ്റെ അടുത്ത് ചോദിച്ചത് ഈ കളരി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ. കാരണം ആ ക്യാരക്ടർ അതാണ്. കുങ്കി എന്ന് പറയുന്ന ക്യാരക്ടർ ആ ഊര് മൂപ്പന്റെ മകളാണ്. അപ്പം നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു ഫൈറ്റ് അല്ല അതിനകത്ത്. കളരി പഠിച്ചിട്ടുണ്ടോ? അതിന് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ സാറ് കാണിച്ചു തന്നാൽ ഞാൻ അതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് ഒന്ന് രണ്ട് അവിടെ ഒരു ഫൈറ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അല്ലാണ്ട് സാറ് കാണിച്ചെന്ന് മര്യാദക്ക് നടക്കാൻ പോലും അറിയാൻ പോലാത്ത ആളെങ്ങനെയാണ് കളരി കാണിച്ചത്? അങ്ങനെ ഒരിക്കലും പറയരുത് കേട്ടോ. കാരണം സാറിന് ഇതിനകത്ത് ഫൈറ്റ് ഉണ്ട്. ഈ സാറ് തന്നെ, സൈനു ചാവക്കാടൻ സാറ് തന്നെ ഈ മൂവിയിൽ ചെയ്തിട്ടുണ്ട്, ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സാറിന് നല്ലൊരു ഫൈറ്റ് ഉണ്ട്. കാരണം സാറിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന എന്റെ ഫൈറ്റ് സാറായിട്ടാണ്. പക്ഷെ സാറായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്നില്ല. അത് കാണുമ്പോൾ നമുക്ക് മൂവി കാണുമ്പോൾ അറിയാൻ പറ്റും. അതിനകത്ത് ഞാനും സാറും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ അങ്ങനെയുണ്ട്. അപ്പൊ സാറ് നല്ലൊരു കുഴപ്പമില്ല. പക്ഷെ കാണിച്ചു തന്നപ്പം ഞാൻ അതുപോലെ ചെയ്തു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ അതെ അതെ. അപ്പം അന്ന് പക്ഷെ എന്നെ സെലക്ട് ചെയ്യുമ്പോൾ വേറൊരു ആളായിരുന്നു. അപ്പം അത് കാണിച്ചു തന്നു, ഞാനത് ചെയ്തു. പക്ഷേ സാർ അതിന് ശേഷം എൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചതെന്ന് വെച്ചാൽ, കുങ്കി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞങ്ങൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ക്യാരക്ടറിൻ്റെ കോസ്റ്റ്യൂം ഇതാണ്. കാരണം നമ്മുടെ പഴശ്ശിരാജ ആ മൂവിയിലൊക്കെ നമ്മുടെ പത്മപ്രിയ ചെയ്തിട്ടുള്ള ആ ഒരു കോസ്റ്റ്യൂമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം അത് ഇടാൻ അല്ല, ശരിക്കും നിങ്ങൾ ആ കോസ്റ്റ്യൂം ഇട്ടിട്ടായിരുന്നു വരണ്ടിരുന്നത്. ബെസ്റ്റ്. എങ്കിൽ പിന്നെ ഇനി വൈറൽ ആവാൻ വേറെ കാര്യങ്ങളൊന്നും കാരണം അങ്ങനെ നല്ലൊരു നല്ല കോസ്റ്റ്യൂം ആണല്ലോ. കുഴപ്പമൊന്നുമില്ല, നമ്മളത് ഇടും, കുഴപ്പമില്ല. അപ്പൊ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് ഇതാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഈ ഒരു കോസ്റ്റ്യൂം ആണ് എന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് ആകെ ഒരു ഇതായിരുന്നു. കാരണം കോസ്റ്റ്യൂം ഇതായതുകൊണ്ട് ആര് നമ്മളുടെ ഫാമിലി അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാനത് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയാം സാറെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോടും മക്കളോടൊക്കെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഞാൻ ഇടുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പം ആദ്യം ഹസ്ബൻഡ് പറഞ്ഞതെന്ന് വെച്ചാൽ, നിൻ്റെ ഒരു ഇഷ്ടമാണിത്, നീയായിട്ട് തിരഞ്ഞെടുത്ത മേഖലയാണ്, പിന്നെ നിനക്ക് അതിനകത്ത് എന്തെങ്കിലും ആയിത്തീരാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒരു കോസ്റ്റ്യൂം ഇടുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഒരുപാട് പേര് അതിൽ മേലെ കാണിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ ഇതൊരു കോസ്റ്റ്യൂമിൻ്റെ ഒരു ഇതായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇതെനിക്ക് സജഷനൊന്നും എനിക്ക് പറയാനില്ല, നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയുന്നിട്ട് ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സപ്പോർട്ടാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂവി ചെയ്യാൻ എന്നെ ഇൻട്രസ്റ്റ് ആക്കിയത്. ഞാൻ സാറിനെ വിളിച്ചു, അപ്പം തന്നെ പറഞ്ഞു, സാറേ ഞാൻ ഓക്കെ ആണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ട് തുടങ്ങി. ഫസ്റ്റ് ടൈം ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ട് വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രയാസമായിരുന്നു. കാരണം ആ ഒരു അത്രയും ക്രൂസ്, ഒരുപാട് പേരുണ്ടല്ലോ, മൂവി എന്ന് പറയുമ്പോൾ അറിയാലോ, അത്രയും ക്രൂസിൻ്റെ മുന്നിൽ ഞാൻ മാത്രമാണ് ആ ഫസ്റ്റ് ഡേ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് വരുന്നത്. അപ്പം എനിക്ക് വേറെ ആരും എനിക്ക് ഇല്ല, ബാക്കിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രം ആ ഒരു കോസ്റ്റ്യൂമിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണോ എനിക്ക് അറിയില്ല എന്തായിരുന്നെന്ന്. പക്ഷേ സാർ എന്നെ ഞാൻ ആദ്യത്തെ ഒരു ഡയലോഗ് എനിക്ക് തന്നിട്ട് അത് സത്യം പറഞ്ഞാൽ എനിക്ക് തെറ്റിച്ചാണ് പറയാൻ പറ്റിയത്. കാരണം ഞാൻ ചെയ്യുന്ന ഒരാളായിട്ട് പോലും എനിക്ക് കോൺഫിഡൻ്റ് ഇല്ലായ്മ അതെനിക്ക് വളരെ എന്നെ ഭയങ്കരമായിട്ട് പിന്നോട്ട് വലിച്ചൊരു സാധനമാണ്. പക്ഷേ സൈനുക്ക അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്തെങ്കിലും ആയിത്തീരാൻ നീ ഇതിനകത്ത് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ നീ പിന്നോക്കം പോയാൽ പിന്നീട് നിനക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരുപാട് പേര് ചെയ്യുന്നതാണ്, നീ മറ്റുള്ളവരെ ഒന്നും നോക്കണ്ട, ആ ഒരു ക്രൂസിനെ അല്ലെങ്കിൽ ഒരാളും കളിയാക്കുന്ന അതൊന്നും നോക്കണ്ട. പലരും ചിലപ്പോൾ പല ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നീ ഇതിലേക്ക് വന്നിട്ടുണ്ട്, നീ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് ചെയ്യുക എന്ന് പറഞ്ഞ് ഒരുപാട് ഇത്രയൊന്നും അല്ല, എന്നെ ഒരുപാട് പേരുടെ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒറ്റൊരു ഇതിൻ്റെ പേരിലാണ് ഞാൻ അന്ന് ആ ഷൂട്ടിൽ ഞാൻ നിന്നതും. സത്യം പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പോരാൻ തോന്നി. കാരണം അത് കാരണം ഇത്രയും വരുന്നൊരു കോസ്റ്റ്യൂമാണ്. പിന്നെ നമ്മളുടെ മാറ് എന്ന് പറയുന്ന അത് മാത്രമാണ് അവിടെ മറയ്ക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, ഒരു ഷോൾ പോലെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ഇതുപോലെ കിട്ടും, അതൊന്നും പറ്റില്ല, ഇതാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം, അതാണ് നമ്മൾ പറഞ്ഞതും എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്ക്. പക്ഷെ ഞാനത് ചെയ്തു. ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ ആ
ഇതിൽ തന്നെ മൂവിയിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞു നന്നായിട്ട് ഒരു ടാലൻ്റ് ഉള്ള ഒരാളാണ്, കുഴപ്പമില്ല. കോസ്റ്റ്യൂം ആണെങ്കിലും ശരി, അതിട്ടിട്ട് ഫൈറ്റൊക്കെ വരുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. ഈ ഫൈറ്റ് സീനിലൊക്കെ നമുക്ക് കാല് വെക്കുന്ന സീൻ ഉണ്ടാവോ എന്താണ് അതൊന്നും നമുക്കറിയില്ല. പക്ഷെ എല്ലാം കംഫർട്ടായിട്ടാണ് സാറത് ചെയ്യിച്ചത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സൈനു ചാവക്കാടിൻ്റെ ആ ഒരു മൂവിയിൽ ചെയ്തപ്പോൾ എനിക്ക് വേറെ എവിടെയും കിട്ടാത്തൊരു കംഫർട്ടാണ് എനിക്ക് അവിടെ കിട്ടിയത്. പിന്നെ നമ്മളോട് വന്നിട്ട് പറയുന്നതാണെങ്കിലും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണെങ്കിലും സാർ അത്രയും നമ്മളെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടിട്ടാണ് കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഭയങ്കര, പിന്നെ കാട്, അതിൻ്റെ ഇടയ്ക്ക് മഴ, എല്ലാം കൊണ്ട് ഞങ്ങളുടെ സെറ്റ് ഭയങ്കര ഒരു പ്രോബ്ലംസ് ആയിരുന്നു. കുറേ ദിവസം ഉണ്ടായിരുന്നു നമുക്ക് ഷൂട്ട്, കുറേ ദിവസം പോയ ഒരു സംഭവം. അത് പല സ്ഥലത്തായിട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പോയത് നമ്മുടെ കോതമംഗലം ഭൂതത്താൻകെട്ട്, അവിടെ ഒരു കാടായിരുന്നു. അപ്പൊ ആ കാട്ടിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ നൈറ്റാണ് കൂടുതലും. നൈറ്റ് പോയിട്ടുണ്ട്, ഡേ പോയിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് മഴ, ഇതെല്ലാം കൊണ്ട് ഭയങ്കര പ്രോബ്ലംസ് ആയ ഒരു സമയത്താണെങ്കിൽ പോലും പാമ്പുണ്ട്. ഒരുപാട് പേര് പാമ്പിനെ കണ്ടു, രാജവെമ്പാലേനെ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളാരും കണ്ടില്ല, പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളൊരു സെറ്റായിരുന്നു. പക്ഷെ എങ്കിലും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു എല്ലാവരുമായിട്ടും. ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ ആ സെറ്റിൽ. കാർത്തിക അപ്പൊ എത്ര ദിവസം ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ? ബിഗിനിങ് സ്റ്റേജ് തുടങ്ങി എൻഡ് വരെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ല, കണ്ടിന്യൂസ് എനിക്കൊരു 4 days അല്ലെങ്കിൽ 5 days എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കോതമംഗലത്താണെങ്കിലും പിന്നെ അതുപോലെ തന്നെ കളമശ്ശേരിയിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലത്തായതുകൊണ്ട് ഷെഡ്യൂള് ബേസ്ഡ് ആയിരുന്നു. അപ്പൊ ഒരു ഷെഡ്യൂളിൽ എനിക്ക് ചിലപ്പം 6 ദിവസമൊക്കെ ഉണ്ടാവും. അങ്ങനെയായിരുന്നു, പല ഷെഡ്യൂളായിട്ടാണ് നമുക്കത് തീർത്തതല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് വന്നിട്ടുണ്ട്. അഞ്ചാമത്തെ സിനിമ കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. മലയാളത്തിലാണോ? അല്ല, തമിഴാണ്. തമിഴാണ് അത് ചെയ്തേക്കുന്നത്. ക്യാരക്ടർ പറഞ്ഞായിരുന്നോ? ക്യാരക്ടർ പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിപ്പം വെളിയിൽ വിടുന്നില്ല, കാരണം നമ്മളത് എന്ത് കാര്യം പറയാതെ ഉള്ളിൽ വെച്ച് അത് നടന്നിട്ട് പറയാം. ഇതാണെങ്കിൽ ഈ മൂവിയുടെ കേസും എന്നെ സാറ് വിളിച്ച്, അതായത് സനൂക്ക എന്നെ വിളിച്ചിട്ട് ഇതെൻ്റെ അടുത്ത് ഓക്കെ പറഞ്ഞപ്പോഴും ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരാളോടും പറയാതെയാണ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ രഘുറാം എന്ന് പറയുന്ന മൂവിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പലവരും അറിയുന്നത് തന്നെ. എന്താണ് ഇപ്പൊ നിങ്ങളുടെ നാട്ടുകാരുടെ ഒരു അവസ്ഥ? എന്താണ്? കുഴപ്പമില്ല, എല്ലാവരും പണ്ട് ഇപ്പൊ ഒരു 4 സിനിമ ചെയ്തു എന്ന് പറഞ്ഞ്, ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് വീഗം എന്ന് പറയുന്ന ഒരു മൂവിയാണ്. അത് നമ്മുടെ ഷീലു എബ്രഹാമിന്റെ ഒരു മൂവിയായിരുന്നു, മലയാളം. പക്ഷെ അതിൽ ഇതുപോലെ തന്നെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചെങ്കിലും നമുക്കത് കട്ട് ചെയ്തൊക്കെ നമുക്ക് സിനിമ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 1-2 ഇതൊക്കെ നമ്മുടെ അവിടെ ഇവിടെ അങ്ങനെയൊക്കെ ഉള്ളൂ. ഒരു സീൻ എന്ന് പറയാൻ പോലും തികച്ചില്ല. അങ്ങനെ ആദ്യമായിട്ട് ഒരു സിനിമയിൽ നിങ്ങൾ അഭിനയിക്കാൻ പോയപ്പോൾ അന്നും ഇതേപോലെ ഓക്കെ വീട്ടുകാരെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. പക്ഷെ നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ അയൽവാസികൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവക്കൊന്നും വേറെ പണിയില്ലേ എന്നുള്ളത് ചോദിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പോകുന്നുണ്ട് പക്ഷെ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ പിടിച്ചു തന്നത്. ഇപ്പം നാട്ടിലാണെങ്കിൽ പോലും നമ്മൾ എവിടേക്ക് പോകുന്നു, അപ്പോൾ ഷൂട്ട് ഉണ്ട് എന്ന് പറയുമ്പം ഷൂട്ട് ഉണ്ട്, അപ്പോൾ മറ്റുള്ളവരുടെ ഫേസിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. ഇവിടെ പോകുന്നുണ്ട്, എങ്ങോട്ടാണ് ഷൂട്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഞങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു മെന്റാലിറ്റി ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആളുകൾ അത് അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പം നമ്മളെ ഇപ്പം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. വർക്കില്ലേ ഇപ്പം ഇങ്ങോട്ട് ചോദിക്കുന്നത്, എവിടെ പോകുന്നു, എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയാലും ചോദിക്കുന്നത് ഇന്ന് വർക്കുണ്ടോ, വർക്കിന് പോവുകയാണോ എന്നാണ് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്കതിൽ ഭയങ്കര ഒരു ഹാപ്പിയാണ്. കാരണം ഇത്രയും നാളും നമ്മളെ ഒരു തഴഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ കണ്ടിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മൾക്കപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കണ്ടതുകൊണ്ടാണല്ലോ അവരങ്ങനെ ചോദിക്കുന്നത്. അതിൽ ഒരു സന്തോഷമുണ്ട്. രഘുറാം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രസ് മീറ്റിന് ഞാനുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രസ് മീറ്റിന് പോയ സമയത്ത് അവിടെ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ചെയ്തിരുന്നു. അന്ന് കാർത്തിക് അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ആ ഒരു ഫങ്ഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഫങ്ഷനിൽ അറ്റൻഡ് ചെയ്ത രഘുറാമിലെ ആർട്ടിസ്റ്റുകൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ആഡും അഡ്വർടൈസ്മെൻറ്റും അങ്ങനെ പല സംഭവങ്ങളും അവരിലേക്ക് ഓട്ടോമാറ്റിക് വരാൻ തുടങ്ങി. അത്ര ഒരു റീച്ച് കിട്ടിയൊരു പ്രസ് മീറ്റ് ആയിരുന്നു അത്. അങ്ങനെ ഉദ്ഘാടനങ്ങൾ വല്ലതും നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയോ നിങ്ങളുടെ നാട്ടിൽ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക ഇതൊന്നും ആയിട്ടില്ല. പിന്നെ ഈ ഒരു പ്രസ് മീറ്റിന്റെ ഇതിനെന്ന് പറയുമ്പോൾ നമ്മളധികം ഫോക്കസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് നായകനുണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരെയും, പിന്നെ മുരളി ജയൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഫോക്കസ് ചെയ്തപ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അത്ര വലിയ പിന്നെ നമ്മൾ വളർന്നു വരുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും കുറച്ച് വെള്ളവും വളമൊക്കെ ഇട്ട് കൊടുത്തോ ശരിയാവും എല്ലാം. അതെ.
അഞ്ചാമത്തെ സിനിമ തമിഴാണെന്ന് പറഞ്ഞു. മലയാളത്തിൽ ഇതിന് ശേഷം വേറെ വല്ല മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ കഥ കേൾക്കലോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? മലയാളത്തിൽ ഇല്ല, കഥ കേൾക്കലൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ ചെയ്ത ഒരു മൂവി ഉണ്ടായിരുന്നു, അത് വാഹിദ് ഫിലിംസിൻ്റെ ഒരു മൂവിയായിരുന്നു, കമോണ്ട്ര മഹേഷ് എന്ന് പറഞ്ഞിട്ട്. അത് സുധീകോപ്പ നായകനായിട്ടുള്ള ഒരു സംഭവം. അതും റിലീസിന് ഒരുങ്ങുന്നേ ഉള്ളൂ. അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്, ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഡയറക്ടർ വാഹിദാണ്. അപ്പോൾ വാഹിദ് മുഖേന എനിക്കൊരു മൂവിയുടെ ഒരു സംഭവം ഒരു ഇത് വന്നിട്ടുണ്ട്. അതും ഇതുപോലെ നമുക്ക് വെളിയിൽ വിടാൻ തക്ക ഇതൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് അങ്ങനെ രണ്ടെണ്ണം അങ്ങനെ നിൽക്കുന്നു, ഒന്ന് മലയാളത്തിലും ഒന്ന് തമിഴിലായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ 5 വർഷത്തെ മൂവി എക്സ്പീരിയൻസിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരു ബാഡ് ആയിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവ വികാസങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ മറക്കാൻ പറ്റാത്തതായിട്ടൊന്നും അങ്ങനെ നമുക്ക്. പക്ഷെ ഞാൻ അറിഞ്ഞത് എന്നോട് എന്തോ കാര്യമായിട്ട് കാർത്തികയ്ക്ക് പറയാനുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. അത് ചിലപ്പോൾ ഒരു ബോംബായിരിക്കും, പൊട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് എന്നോട് വേറൊരാൾ പറഞ്ഞത്. കാർത്തികനെ ഇങ്ങോട്ട് വരുത്തിയ ഒരാൾ, മെയിൻ ആൾ എന്നെ പറഞ്ഞതാണ്. അപ്പൊ അതെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെ പൊട്ടാനും പാകത്തിലുള്ള ബോംബൊന്നും അങ്ങനെ ഇല്ല. പിന്നെ ബാഡായിട്ട് ഇല്ല ബാഡായിട്ടുള്ളൊരു ഇതെന്ന് പറയാനായിട്ട് നമുക്ക് മേഖല എന്ന് പറയുന്നത് അത് പല മേഖലയിലും ഉണ്ട്. ഓരോ സംഭവങ്ങളും നമുക്കിപ്പം പലരും പറയുന്ന ഇത് നോക്കുമ്പോൾ അത് പല മേഖലയിലും ഉണ്ട്, അല്ലാണ്ട് സിനിമ ഫീൽഡിൽ മാത്രമല്ല. സിനിമയിലാണെങ്കിലും അല്ലാത്തൊരു മേഖല എടുത്തിട്ടാണെങ്കിലും നല്ലവരും ഉണ്ട്, ചീത്ത ഇതും ആ ഒരു ഇതിൽ വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മളോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേ രീതിയിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനും നമുക്കറിയാം. അപ്പൊ അങ്ങനെ ചെറിയൊരു ഇത് നമുക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇല്ല, അങ്ങനെ മറക്കാൻ പറ്റാത്തതൊന്നും ഇല്ല മറക്കാൻ പറ്റാത്ത അങ്ങനെയല്ല. നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനായിട്ട് മറക്കാൻ പറ്റാത്ത തരത്തിലൊന്നുമില്ല. ഈ മേഖലയിൽ പലരും പറയുന്നത് ആ ഒരു സംഭവമാണ്, ലേഡി വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ പുറത്തു വിടുന്നത്. പക്ഷെ അങ്ങനെ നമ്മളോട് ചോദിച്ചിട്ടുള്ളവരും ഉണ്ട്, അല്ലാത്ത സിനിമ തന്നെ ജീവിതം എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കാർത്തിക പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. സത്യം പറഞ്ഞാൽ ലേഡി വിഷയങ്ങൾ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഒരു വേർഡ് പറഞ്ഞുകൊണ്ടിട്ടാണ്. ഞങ്ങൾ ശരിക്കും പുരുഷന്മാർ പാവങ്ങളാണ്. അതെ, ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, നമ്മളല്ല, ഇപ്പൊ നിങ്ങൾ ഈ ലേഡി വിഷയങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ പുരുഷന്മാരെന്ന് പറയുന്ന ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പുരുഷന്മാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ഈ പാവപ്പെട്ട പുരുഷന്മാർ അനുഭവിക്കുന്ന പീഡനങ്ങൾ സിനിമാ ഫീൽഡിൽ, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യമാണ്. കാരണം രാവിലെ ഒരു 8 മണിക്ക് ഷൂട്ട് തുടങ്ങുന്നുണ്ടാവും, 6 മണിക്ക് തുടങ്ങുന്നുണ്ടാവാം. അതിൽ എല്ലാ ഡയറക്ടർമാരുടെ കാര്യമില്ല കേട്ടോ. വളരെ ഈ കൂടെ വർക്ക് ചെയ്യുന്ന ലൈറ്റ് ബോയ് ആണെങ്കിലും ക്ലബ് ബോയ് ആണെങ്കിലും അവരെല്ലാം എന്തോ വേറെ ഏതോ സ്ഥലത്തു നിന്ന് വന്ന ആളുകളെ പോലെ ബിഹേവ് ചെയ്യുന്ന ഡയറക്ടർമാരെ എനിക്കറിയാം. നല്ലവരുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സേനു ചാവക്കാടൻ എനിക്കറിയാം, വളരെ ക്ഷമാപൂർവ്വം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതല്ലാത്ത ഡയറക്ടർമാരുടെ പേരുകൾ ഞാനിവിടെ പറഞ്ഞാൽ അത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ആയി മാറാം. അവരെ എനിക്കറിയാം. അപ്പോൾ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും അതേപോലെ. കാരണം ഈ ഞാൻ പറഞ്ഞ ലൈറ്റ് ബോയ് അവരൊക്കെ വളരെ മോശമായ രീതിയിൽ വീട്ടിലുള്ളവരാണ് വിളിക്കുന്നത്, അങ്ങനെ പറയുന്ന ഡയറക്ടർമാരെ അറിയാം. അപ്പോൾ കാർത്തികക്ക് അങ്ങനത്തെ ഒരു ബാഡ് ഒരു ഇമ്പാക്റ്റ് അങ്ങനെ നിങ്ങളുടെ ഒരു ഫീൽഡിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അല്ല, സോറി, അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. പിന്നീട് ആ ഒരു ഫുൾ ഒരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ റോളാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവിയിൽ കിട്ടിയത്. ഇനിയും ഒരുപാട് ചാൻസുകൾ ഇപ്പോൾ വാഹിദിൻ്റെ കെയർ ഓഫിൽ, വാഹിദിനെ എനിക്കറിയാവുന്ന ഒരാൾ തന്നെയാണെന്ന് എൻ്റെ പേര് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ മൂവിയിൽ നല്ല ക്യാരക്ടർ കിട്ടട്ടെ. എന്താണ് വീട്ടിലെ സിറ്റുവേഷൻസ്? ഹസ്ബൻഡ് ഇപ്പോൾ അത്യാവശ്യം ഈ ഒരു മൂവി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്, കുഴപ്പമില്ല. കുട്ടികൾ 2 പേരുണ്ട്, പഠിക്കുന്നു. ഹസ്ബൻഡ് ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക്. ഞാനങ്ങനെ ബേസിക്കലി ഫാമിലിയുടെ കുറിച്ച് ആരോടും ചോദിക്കാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി മടിയാണ്. പക്ഷേ കാർത്തിക വന്നിരുന്നപ്പോൾ തന്നെ ഫാമിലിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഹസ്ബൻഡ് സപ്പോർട്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടാണ് ഞാൻ അത് ചോദിച്ചിട്ട്, അല്ലാണ്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട. കാരണം ഞാൻ ആരോടും അങ്ങനെ ഫാമിലി മാറ്ററിന് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക്. എന്താണ് നെക്സ്റ്റ് പ്ലാൻ? മലയാള സിനിമയിൽ 5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങളുടെ ഒരു ടാർഗറ്റ് ഉണ്ടാവും ഒരാൾക്ക്. എന്താണ്? അങ്ങനെ വല്ലതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു
നല്ലൊരു ആർട്ടിസ്റ്റ് ആവണം. അതായത് ഇപ്പം ഞാൻ കൊള്ളില്ല എന്നല്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്നതിലും കൂടുതൽ ഇപ്പം നമ്മുടെ ലളിതാമ്മയൊക്കെ ചെയ്ത മരിച്ച തലക്ക് മീത നിൽക്കുകയാണ്, നമുക്ക് അവരുടെ അത്രയൊന്നും എത്താൻ നമുക്ക് പറ്റില്ല, കാരണം അവരെവിടെ കിടക്കുന്നു നമ്മളെവിടെ കിടക്കുന്നു. അപ്പം എനിക്ക് അവരെ പോലെയൊക്കെ ഒരു ഇമോഷണൽ ക്യാരക്ടറുകൾ കിട്ടണം, അല്ലെങ്കിൽ അതുപോലെ. അല്ലാതെ എനിക്കിപ്പം ഒരാൾ വന്നിട്ട് പറയുകയാണ് നമുക്ക് ഇന്ന കഥാപാത്രമാണ്, ഞാൻ ഒരിക്കലും നായിക അല്ലെങ്കിൽ ആ ഒരു സംഭവം മാത്രമേ ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടറെ മാത്രമേ ചെയ്യൂ, അങ്ങനെ ഒരിക്കലും വാശി പിടിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു വാശിയുമില്ല. നല്ല ക്യാരക്ടർ, നല്ല കഥാപാത്രങ്ങൾ എവിടെ നിന്നാണോ കിട്ടുന്നത് അതെനിക്ക് ചെയ്യണം, നല്ല രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യണം. കൂടുതലും എനിക്ക് നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം കിട്ടണമെന്നൊരു ഇതുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പോട്ടെ. നിങ്ങളുടെ ബോഡി ലാംഗ്വേജും ഫേസും കാണുമ്പോൾ മലയാള സിനിമയിൽ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, അത് പ്രിയാരാമൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്. തീർച്ചയായിട്ടും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ഞാൻ പറഞ്ഞേക്കുന്നത് തെറ്റിയിട്ടൊന്നുമില്ല. പ്രിയരാമന്റെ ഒരു ഫേസ് കട്ട് ചെറുതായിട്ടുണ്ട്. കാർത്തിക്, എങ്ങനെയാണ് മലയാള സിനിമയിലേക്ക് വരാനുള്ളൊരു കാരണം എന്തായിരുന്നു? ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. കാരണം എൻ്റെ 10 വയസ്സ് ഉള്ളപ്പോൾ മുതലേ എൻ്റെ മനസ്സിലെ ആഗ്രഹം തുടങ്ങിയതാണ്, എനിക്ക് അഭിനയിക്കണം. അന്ന് കുഞ്ഞിലേ മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അഭിനയിക്കണം എന്നുള്ളത്. കാരണം പണ്ടൊക്കെ നമ്മൾ ടി വിയുടെ മുമ്പിലിരുന്ന് കാണുമ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നുന്നുണ്ട്, അതിൻ്റെ പിന്നിലാണോ ഇവരെല്ലാം നിൽക്കുന്നത്, ഇതൊരു വേറൊരു പ്രക്രിയ ആണെന്നൊന്നും എനിക്ക് അന്ന് ആ സമയത്തൊന്നും നമുക്കറിയില്ലല്ലോ. അന്ന് തുടങ്ങിയുള്ള ആഗ്രഹം മനസ്സിൽ കയറി എൻ്റെ ഒരു 19 വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. നേരത്തെ തന്നെ കല്യാണം കഴിഞ്ഞു, കാരണം താഴെ 2 പെൺകുട്ടികൾ തന്നെ നിൽക്കുന്നതും കൊണ്ട് അറിയാമല്ലോ, 3 പെൺകുട്ടികളുള്ള അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു ഇതിൽ 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞു പോന്നു. പക്ഷേ അതിക്ക് മുന്നേ തുടങ്ങി ഡാൻസ്, അതുപോലെ നാടകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സ്കൂളിൽ ഞാൻ ഇതുപോലെ ഭയങ്കര വർത്തനക്കാരിയും പിന്നെ ഇതുപോലെ കലാപരിപാടികളും ഒക്കെ ആയിട്ടായിരുന്നു. സ്കൂളിൽ എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമായിരുന്നു. പഠിക്കില്ല, വലിയ പഠിത്തമോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഈ വക കാര്യങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ നടന്നു. അതിന് ശേഷമാണ് പെട്ടെന്ന് കല്യാണം വരുന്നത്. പക്ഷേ ഇതിനു മുമ്പും കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ പഴയ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ല, വാട്സപ്പില്ല, മറ്റ് നമുക്ക് ബന്ധപ്പെടാനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ല. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ആകെ വരുന്നൊരു വേ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത വീട്ടിലാണ് പത്രം വരുത്തുക. നമ്മുടെ വീട്ടിൽ പോലും നമുക്ക് പത്രം വരുത്താനുള്ളൊരിതില്ല. ഈ പത്രം നമ്മൾ ഓടിച്ചെന്ന് എടുക്കും, അത് വായിച്ചു കഴിഞ്ഞാൽ അവരുടെ അനുഭവത്തോടുകൂടി എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഈ പരസ്യം നമുക്ക് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നൊരു ഒരു പേജിൻ്റെ ഹാഫ് പേജിലുണ്ടാവും, നമുക്ക് ഫസ്റ്റ് പേജിൻ്റെ മറുപേജിൽ ആ എൻ്റർടൈൻമെൻറ്റിൽ ചെറിയൊരു കോളത്തിലുണ്ടാവും നമുക്ക് അഭിനേതാക്കളെ തേടുന്നു, അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം കണ്ടിട്ട് അതിലേക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഫോട്ടോസ്. അന്ന് നമ്മൾ സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുക്കണം, അത് നമ്മൾ ഈ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം. പക്ഷെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് നമ്മൾ അന്നൊന്നും വേറൊരു ഇതിലും ചെന്ന് പെട്ടില്ല. ഒരുപാട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന അടുത്ത വീട്ടിലെ നമ്പർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുക, ലാൻഡ് ഫോണാണ്. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്കൊരു വേ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ പരിശ്രമം നിർത്തിയില്ല എന്നുള്ളതാണ്. പിന്നെയും പരിശ്രമിച്ചു. നമ്മളിപ്പോൾ ഒരു കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, പ്രകൃതി തന്നെ നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറയുന്നത് പോലെ ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ അടങ്ങാത്ത ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, അതിനി കെട്ടിക്കൊണ്ട് പോകുന്ന ആളെങ്ങനെയാണ്, നമുക്ക് സപ്പോർട്ടാണോ, നമ്മളെ ഇതിൽ വിടോ, ഇതൊന്നും നമുക്കറിയില്ല. ആ സമയത്തും ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അന്ന് ഹസ്ബൻഡിന് ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് കിട്ടിയിട്ടില്ല. എന്നെ കല്യാണം കഴിക്കുമ്പോൾ ആള് മറ്റേ മരപ്പണിക്കാരനാണ്, നമ്മുടെ കബോർഡ് വർക്കുകൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ സമയത്ത് കൊണ്ടു ചെന്നപ്പോൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഇല്ല ഒരിക്കലും അത് നടപടിയാവണ കേസല്ല. കാരണം ഒരു കൂലിപ്പണിക്കാരൻ്റെ ഭാര്യ അഭിനയിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ചുരുങ്ങിയൊരു നാട്ടിലേക്ക്, അത്രയും ഗ്രാമപ്രദേശത്തേക്കാണ്, ചേന്നമംഗലം എന്ന് പറയുന്ന ആ ഒരു ഗ്രാമം. പിന്നെ ഇപ്പോഴാണ് അവിടെ താമസിക്കുന്നത്, അതിക്ക് മുന്നേ പെരുമ്പടന്നാന്ന് പറയും. അപ്പോൾ ഈ മറ്റുള്ള ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇടയിൽ ഭാര്യ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും തോന്നുന്ന ഒരു ഇത്, അത്രത്തോളം വളർന്നിട്ടില്ല ആ ഒരു സ്ഥലങ്ങളും ഇതുമൊക്കെ, അവരുടെ മനസ്സും വളർന്നിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം ശരിക്കും അവിടെ കുഴിച്ചുമൂടി എന്ന് പറയാൻ പറ്റില്ല, ഒതുക്കി വെച്ചു എന്നുള്ളതാണ്. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ, പിന്നെ എങ്ങനെ എനിക്ക് എൻ്റെ ആഗ്രഹം, ഞാനൊരു ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിന്നെ വിടുമായിരുന്നു എന്ന്. പക്ഷെ അത് ഞാൻ മറന്നില്ല, ആള് പറഞ്ഞത് മറന്നുപോയി. പിന്നീടാണ് ഏട്ടൻ മസ്ദൂർ എഴുതുന്നത്, അതിനുവേണ്ടി ഫുൾ സപ്പോർട്ടാണ് ഞാൻ കൊടുത്തത്. കാരണം എൻ്റെ ആഗ്രഹം ഇതാണ്, ആൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അതിന് വേണ്ടി പുള്ളിക്ക് വേണ്ടി ഒരുപാട് ഞാൻ കൂടെ നടന്ന് സപ്പോർട്ട് ചെയ്ത്, പഠിക്കാനാണെങ്കിലും ജോലിക്ക് പോവാതെ പഠിക്കാൻ വിടാനാണെങ്കിലും PSC കോച്ചിങ്ങിന് വിട്ട്, അപ്പം അതെല്ലാം പുള്ളി പോകുമ്പോഴും ഫുൾ സപ്പോർട്ട് ചെയ്ത് ഞാൻ കൂടെ നിന്ന് ആൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടി.
ആള് 8ാമത്തെ റാങ്ക് വാങ്ങിച്ചിട്ട് ആൾക്ക് ജോലി കിട്ടിയതിന് ശേഷം ഞാൻ ഒരു ദിവസം പറഞ്ഞു എനിക്ക് അഭിനയിക്കണം അപ്പോൾ നടക്കില്ല. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെന്ന് പറഞ്ഞു. ആ വാക്ക് മറന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് അപ്പോൾ അതിൻ്റെ ഇതിൽ പുള്ളിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ ആഗ്രഹവും അതാണ്. പിന്നെ വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഒരു വിശ്വാസം അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഉള്ളത്. അതിൻ്റെ പുറത്താണ് എന്നെ എവിടെ വേണമെങ്കിലും വിടുന്നതാണെങ്കിൽ പോലും ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. ഇന്നും അത് ഞങ്ങൾ അത്രയും സ്നേഹത്തോടു കൂടി തന്നെ കൊണ്ടുപോകുന്നുണ്ട്. വിശ്വാസവും അതുപോലെ ആ ഒരു ഇതിലാണ്. പക്ഷേ കല്യാണം കഴിച്ച് വന്നിട്ടാണെങ്കിലും ഇതിനു വേണ്ടി ഞാൻ ട്രൈ ചെയ്തെങ്കിലും എനിക്ക് കിട്ടാൻ ഒരുപാട് ടൈം എടുത്തു. 5 വർഷമായിട്ടുള്ളൂ ഞാൻ ഇത്രയും ഇതിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ട്. അതിക്ക് മുന്നേ നമുക്ക് ജീവിക്കണം. ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് കട നടത്തി, ബ്യൂട്ടീഷ്യൻ പഠിച്ചു. പക്ഷെ ഇതെല്ലാം ബ്യൂട്ടീഷ്യൻ പഠിച്ചത് എന്തിനാന്ന് വെച്ചാലും എനിക്ക് ബ്യൂട്ടി പാർലർ ഇടാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ ഒരു മേഖല, സിനിമാ മേഖലയിൽ ഈ ഒരു തൊഴിലുണ്ട്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു വേക്കൻസിയിൽ കയറി പറ്റിയിട്ട് അതിലൂടെ നമുക്ക് ചാൻസ് മേടിക്കാം, അല്ലെങ്കിൽ അങ്ങനെ കയറിപ്പോകാം. ഇതെല്ലാം നമ്മൾ പല തോട്ടും നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ശരിക്കും ട്രൈ ചെയ്തിട്ടാണ് ബ്യൂട്ടീഷ്യൻ പഠിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ എങ്ങനെയൊക്കെയോ നമ്മളുടെ വഴി തിരിഞ്ഞ് എനിക്ക് ആദ്യം കിട്ടിയത് ഒരു ഷോർട്ട് ഫിലിമാണ്. ആ ഷോർട്ട് ഫിലിമിൽ ശരിക്കും ഗഞ്ച എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. ആ ഷോർട്ട് ഫിലിം വെച്ചിട്ട് ഒരുപാട് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ക്യാരക്ടറാണ് അതിനകത്ത് ചെയ്തത്. പക്ഷെ അതിനകത്ത് ബാഡ് ഇതൊന്നും നമുക്കത് കാണിക്കുന്നില്ല. അത് ശരിക്കും കാണിക്കുന്നത് ഒരു ലേഡി എങ്ങനെ, ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ഈ ഒരു തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇത്രയും മോശപ്പെട്ട ഒരു ഇതാണ്. ഞാൻ ഒരിക്കലും അതിനെ നല്ലതെന്നല്ല പറയുന്നത്. പക്ഷേ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനുണ്ടായ കാരണങ്ങൾ, അതിലേക്ക് അറിയാതെ വന്ന് പെട്ട കുറേ ലേഡീസുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ അതിനെ ബിഹേവ് ചെയ്തിട്ടുള്ളൊരു, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയായിരുന്നു ആ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. അതും അഷ്റഫ് ഗുരുക്കളാണ് അന്ന് ഉണ്ടായിരുന്നത്. ഞാൻ ചെയ്യുമ്പോൾ ആ ഒരു ഷോർട്ട് ഫിലിമിൽ ഈ അഷ്റഫ് ഗുരുക്കളും ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അതിനെ ചെയ്തിട്ട് മീനാക്ഷി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ വന്ന് പെട്ടതാണ്. അതിലൊരിക്കലും നമ്മൾ അറിഞ്ഞിട്ട് ആരും ഒരു പെണ്ണും അങ്ങനെ ആ ഒരു ഇതിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു പെണ്ണ് ചെയ്യുന്നില്ല. അറിയാതെയൊക്കെ പെട്ടുപോകുന്ന കുറേ സ്ത്രീകളുടെ ഒരു കഥയെ പറയുന്നൊരു സ്റ്റോറി ഇതാണ്. ഷോർട്ട് ഫിലിമായിരുന്നു അത്. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് പഴി കേട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ട് പോർഷൻസ് എടുത്തിട്ട് നമ്മളെ നാട്ടിലാണെങ്കിലും അത് അങ്ങനെ നടക്കുന്ന ഒരു ലേഡിയാണ്, അല്ലെങ്കിൽ അതാണ് അവളുടെ. നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളുടെ സ്വന്തം ക്യാരക്ടർ അതായിരിക്കില്ല. ഇപ്പം നമ്മൾ ഒരുപാട് പേര്, ഇപ്പം ബിന്ദു പണിക്കർ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, സൂത്രധാരല്ലേ. പക്ഷെ ഒരിക്കലും ആ ലേഡി അങ്ങനെ ആയിട്ടല്ലല്ലോ. അതൊരു ക്യാരക്ടർ മാത്രമാണെന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ഇത് ആളുകൾക്ക് ഇല്ലാതായി പോകുന്നതാണ് ചിലപ്പോൾ. തീർച്ചയായിട്ടുള്ള കാര്യം തന്നെ. അപ്പം നമ്മളത് ചെയ്തു എന്ന് കരുതി ഞാനൊരിക്കലും അങ്ങനത്തെ ഒരു ലേഡി ആവണം എന്നില്ല. അപ്പം അത് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്ത് കുറേ ഇങ്ങനെ ചീത്തപ്പേരാണെങ്കിലും നമ്മളറിയാതെ ഇപ്പം നമ്മളുടെ ചെവിയിൽ കേൾക്കണമെന്നില്ല. പലരും പറയുന്നുണ്ട് അങ്ങനെ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാടും കേൾക്കുന്നുണ്ട്. എന്താ പറയുക, ഈ ഒളിഞ്ഞും മറഞ്ഞും നമ്മളെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിക്കാറെന്ന് വെച്ചാൽ ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് എനിക്കതൊന്നും കേൾക്കാൻ ഉള്ള, ഞാനത് ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇതിൽ അങ്ങനെ പോകുന്നു. ആ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, പിന്നെ അടുത്ത ഷോർട്ട് ഫിലിം ചെയ്തു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് കയറി വരുന്നത്. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരി ഫൗസി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിനെ കാണുന്നതും, അങ്ങനെ സൈനൂഖാനെ ഞാൻ പരിചയപ്പെടുന്നതും, ഈ ഒരു ക്യാരക്ടർ വരെ എത്തിയത് അങ്ങനെയൊക്കെയാണ്. മലയാള സിനിമയിൽ നിന്ന് എന്തെങ്കിലും ഒരു റിജക്ഷൻ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മൂവിയിൽ ഇതുപോലൊരു റിജക്ഷൻ എനിക്കത് സംഭവിച്ചിട്ടുണ്ട്. അത് ഏതാണ് ആരുടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ അടുത്ത് വിളിച്ച് ഒരു ക്യാരക്ടർ, അത് ഒരു നല്ലൊരു ക്യാരക്ടറാണ്, അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്കത് പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് ഇന്ന ദിവസമാണ് ഷൂട്ട് തുടങ്ങുക, ഇതെല്ലാം പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ തലേ ദിവസം അപ്പം ഞാൻ എല്ലാം പാക്ക് ചെയ്തും എല്ലാം ഇതാക്കിയും വെച്ചപ്പോൾ ഒരു 10 ദിവസത്തെ ഷൂട്ട് ഉണ്ടാവും, നല്ലൊരു ക്യാരക്ടർ, ഇതെല്ലാം പറഞ്ഞിട്ടാണ് നമ്മളോട്. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോൾ എനിക്കൊരു കോള് വരികയാണ്, കാർത്തിക ഇറങ്ങിയോ, ഇല്ല അത് നമുക്ക് വർക്ക് പോസ്റ്റ്പോൺ ചെയ്തു കേട്ടോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ കാരണം, അത് ചെറിയ ഒരു ഇഷ്യൂസാണ്, അത് പിന്നീട് പറയാം, അത് പോസ്റ്റ്പോൺ ചെയ്തു, ഞാൻ വിളിക്കാം, അതിൻ്റെ ഡേറ്റ് പിന്നീട് അറിയിക്കാം കേട്ടോ എന്നാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പം ഷൂട്ടൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ട അവസ്ഥകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതായിരിക്കും എന്ന് വിചാരിച്ചാണ്. പക്ഷേ ആ ഒരു
ക്യാരക്ടറിൽ അത് തിയേറ്ററിൽ വന്നപ്പോഴാണ് ഞാൻ കേട്ട കഥ അല്ലെങ്കിൽ ആ സ്റ്റോറി ഇന്നതാണ്, എന്നോട് പറഞ്ഞ ക്യാരക്ടറാണ് അതെന്നും എനിക്ക് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞിട്ടുള്ള സംഭവമാണത്. അത്രയും വിഷമമായിട്ടുണ്ട്. കാരണം നമ്മളോട് അത് പറഞ്ഞ് ഇത്രയും ഇതിൽ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയില്ലേ, ചുണ്ടോളം കൊണ്ടുവന്നിട്ട് നമുക്കത് തട്ടിക്കളയാന്ന് പറയുന്ന ഒരു, നമുക്ക് തിന്നാൻ ഭാഗ്യമില്ലാത്തൊരു അവസ്ഥ, അങ്ങനെ ഒരു റിജക്ഷൻ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് വളരെയേറെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് നമ്മൾ ആഗ്രഹിപ്പിച്ചിട്ടാണത്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാമായിരുന്നു, പക്ഷേ അതിക്കപ്പുറം അത് പോസ്റ്റ്പോണ്ട് ചെയ്തെന്നും പറഞ്ഞു. പിന്നീട് ആ വർക്കിനെ കുറിച്ചൊന്നും കേട്ടില്ല. പക്ഷെ അത് തിയേറ്ററിൽ വന്നപ്പോൾ അത് സിനിമയുടെ പേരെന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ. പക്ഷെ ഞാനത് അറിയാതെയാണ് ഈ മൂവി കാണാൻ പോകുന്നത്. ഇപ്പൊ അറിയാലോ ആ പേര്? ഇല്ല, ഒരിക്കലും ഞാൻ പറയില്ല അത് ഏതാണ്. ഡയറക്ടറിന്റെ പേര് പറഞ്ഞാലും സിനിമയുടെ പേര് പറയുന്നുണ്ട്, കുഴപ്പമില്ല. ഇല്ല, നമുക്കത് വേണ്ട, അത് ശരിയല്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ടാണ്. പക്ഷെ അത് ഒരുപാട് വേദനിപ്പിച്ചൊരു സംഭവം. ഹിറ്റ്, ഒരുപാട് ഹിറ്റൊന്നുമല്ല, എന്നാലും അത്യാവശ്യം തിയേറ്ററിൽ ഓടിയൊരു സംഭവമാണ്. ആലുവക്കാരൻ തന്നെയായിരുന്നല്ലോ ഡയറക്ടർ? അങ്ങനെയൊന്നുമില്ല. അതിപ്പോ എന്തോ സൈനുക്കാനെ കുത്തി സൈനു ചാവക്കാടൻ ആലുവക്കാരനല്ല. ആലുവക്കാരൻ ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്ന ഞാൻ ഉദ്ദേശിച്ച ആളാന്ന് നിങ്ങൾക്ക് അറിയോ? എനിക്കറിയില്ല, ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞത്. ഞാൻ ആളെ ഡയറക്ടറുടെ പേര് പറഞ്ഞാൽ മതിയല്ലോ. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല, അത് വേണ്ട. എനിക്ക് ഒരാളുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളത് വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ്. വേറെ ആരുമല്ല, ജോജു ജോർജിൻ്റെ കൂടെയാണ്. എനിക്കത് പുള്ളിനോട് തോന്നിയതെന്ന് വെച്ചാൽ വേറെ ഇതല്ല, പുള്ളി ഒരു ആലുവക്കാരനാണ്, അതുകൊണ്ട് മാത്രമല്ല ജോസഫ് എന്ന് പറയുന്ന ആ മൂവിയിൽ പുള്ളി ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പുള്ളിയുടെ സിനിമകൾ എടുത്താലും എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കൊരു പ്രത്യേക ഒരു കൃഷി തോന്നിയേക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കണം, പുള്ളിയുടെ കൂടെ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ജോജു ജോർജ്. അല്ലാതെ മറ്റുള്ളവരെ ഞാൻ ഇതാക്കി പറയുന്നില്ല, ആരുടെ കൂടെ നമുക്ക് കിട്ടിയാലും നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ നമ്മൾ ചെയ്യും. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് ചെയ്യണം എന്നൊരാഗ്രഹം തോന്നിയത് ജോജുവിൻ്റെ കൂടെയാണ്. ഇനി വരും നാളുകൾ അവസരങ്ങൾ നിങ്ങളെ തേടി വരണമെന്നുള്ളതാണ്. കാരണം വർഷങ്ങളോളം അവസരങ്ങളുടെ പുറകിൽ നമ്മൾ നടന്നാലേ പിന്നീട് അവസരങ്ങൾ നമ്മളെ തേടി വരുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്രയും വേഗം നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും നമ്മുടെ കൂടെ ഇത്ര നേരം കാർത്തിക എന്ന വരും കാല ഒരു ബിഗ് സ്ക്രീനിലേക്ക് നല്ലൊരു തിരക്കുള്ള നടിയായിട്ട് മാറുന്ന കാർത്തിക നമ്മുടെ കൂടെ ഇത്ര നേരം സ്പെൻഡ് ചെയ്തു. JC സ്റ്റുഡിയോ ചെറിയൊരു സംഭവമാണ്. ഇപ്പോൾ അത്യാവശ്യം ഒരു ഹൈപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങളൊന്നും വലിയ ആൾക്കാരൊന്നുമില്ല, നിങ്ങളെപ്പോലെ തന്നെ ചെറിയ ആൾക്കാർ തന്നെയാണ്. JC സ്റ്റുഡിയോനെ കുറിച്ച് എന്താണ് കാർത്തികയ്ക്ക് പറയാനുള്ളത്? ഇപ്പോൾ വന്ന് ഞങ്ങളുടെ കൂടെ ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിന് എന്താണ് അഭിപ്രായം? എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ ഇൻ്റർവ്യൂ ഇവിടെ നിന്നാണ്. അതൊരു തുടക്കമാവട്ടെ. തീർച്ചയായിട്ടും അതെനിക്ക് ഇപ്പം ഇതിലൂടെ 10 പേരെ എന്നെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ അറിയുമെങ്കിൽ അത് സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് നിങ്ങളോട്. ഇപ്പം ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇപ്പം രണ്യാണെങ്കിലും കാണുന്നത് ആദ്യമായിട്ടെന്ന് പറയല്ലേ? അല്ലല്ല, 2-3 വട്ടം കണ്ടിട്ടുണ്ട്. പക്ഷെ രണ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇല്ല, ഞാൻ പിന്നെ ഞങ്ങൾ സെറ്റിൽ വരെ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് ചാർമിളയുടെ ഒക്കെ ഞങ്ങൾ ആ സെറ്റിൽ വന്നിട്ട് എടുത്ത് അന്ന് അവിടെ കുമ്പി അവിടുന്ന് ഓടണായിരുന്നു, വണ്ടി കിട്ടൂല എന്നെന്തോ പറഞ്ഞിട്ട് അല്ലേ? അപ്പൊ ഞങ്ങളോടൊക്കെ യാത്ര പറഞ്ഞിട്ടാ പോയത്. അപ്പൊ കണ്ടു. പക്ഷെ അത് ഈ ഒരു ഞങ്ങൾ ഈ ചാനലായിട്ട് ബന്ധമുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ പോയതിനു ശേഷം ഞങ്ങളൊന്ന് ഷൂട്ട് ചെയ്തു. അതെനിക്കറിയില്ലായിരുന്നു. അപ്പൊ എന്തായാലും നന്ദി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നന്ദി മാത്രം പോരാ, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി. പുതിയ പുതിയ അവസരങ്ങൾ തേടിയെത്തട്ടെ കുങ്കി എന്ന് പറയുന്ന ആ ഒരു പേരിലാണ് ഇപ്പൊ നിങ്ങൾ അറിയപ്പെടുന്നത്. അതൊരു അങ്ങനത്തെ ഒരു പേരിൽ തന്നെ നിങ്ങൾ നാളെയും അറിയപ്പെടട്ടെ. കാരണം നല്ലൊരു പേരാണ് കുങ്കി എന്നുള്ളത്. ആ പേരിട്ട ആളെ എന്റെ കയ്യിൽ കിട്ടിയണ്ടല്ലോ. ആദ്യം പവിഴന്നോ അങ്ങനെ എന്തോ ആയിരുന്നു പേര്. പക്ഷെ പിന്നീടാണ് ഞാൻ സെറ്റിൽ വന്നതിന് ശേഷം അത് നിങ്ങൾ കണ്ടപ്പോ കുങ്കിയുടെ, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു പേര്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ കുങ്കിയായി നിങ്ങൾക്ക് ഇനി അറിയപ്പെടാനും ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ തേടിയെത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാനാണ്. താങ്ക് യു വെരി മച്ച്.